Good morning, students. Another question. If let A minus 1, 2, B 1, 3, and C A B be collinear. If B divides AC such that BC is equal to AB, then the coordinates of C are C യുടെ coordinate കണ്ടുപിടിക്കണം. ഇവിടെ എയുടെയും ബിയുടെയും സിയുടെ പ്രത്യേകത എന്താണ്? എയും ബിയും സിയും കൊളീനിയർ ആണ്. കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ലൈനിലാണ്. എയുടെ പോയിന്റ് എന്ന് തന്നിട്ടുണ്ട് -1, 2. ബിയുടെ പോയിന്റ് തന്നിട്ടുണ്ട് 1, 3. സിയുടെ പോയിന്റ് എ ബി. നമുക്ക് ആ എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയേ ബി സി ഈക്വൽ ടു എ ടി എ ബി. അപ്പോ എ ബി ബൈ ബി സി ഈക്വൽ ടു 1/8. അപ്പൊ എ ബി ഈസ് ടു ബി സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1:8. ആ റേഷ്യോ M:8 എന്ന് പറഞ്ഞ റേഷ്യോ എത്രയാണ്? M:8 എന്ന് പറഞ്ഞാൽ 1:8. ഇത് സെക്ഷൻ ഫോർമുല ഉപയോഗിക്കാം. സെക്ഷൻ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമുക്ക് എക്സ് കാണുന്ന ഫോർമുല mx2 പ്ലസ് nx1 ബൈ n പ്ലസ് n. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഈസ് ഈക്വൽ ടു m എത്രയാണ്? 1 ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x2 ഈസ് ഈക്വൽ ടു -1 പ്ലസ് n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ഇൻറ്റു x1. x1 എന്ന് പറഞ്ഞാൽ ഇവിടെ x2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 1 ഇൻറ്റു a ആണ്, 1 ഇൻറ്റു x2. അപ്പോൾ -1 ടു എ ബി എടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് 1, 3. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എ. ഇത് x1 y1, ഇത് xy, ഇത് x2 y2. ഇങ്ങനെ എടുക്കാം. അപ്പോൾ 1 ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ എ ആണ്, 1 ഇൻറ്റു എ പ്ലസ് 8 ഇൻറ്റു x1 എത്രയാണ്? -1 ആണ്. ഡിവൈഡഡ് ബൈ m പ്ലസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 1 3. That is equal to 1 is equal to a minus 8 divided by 9. Therefore, a minus 8 is equal to 9 വരും. Therefore, a is equal to നമുക്ക് കിട്ടുന്നത് 17. ഫസ്റ്റ് വാല്യൂ നമുക്ക് 17 കിട്ടി. ഈ രണ്ടാമത്തെ വാല്യൂ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് y is equal to my2 plus ny1 by m plus n ആണ് ഫോർമുല. അതിൽ y എന്ന് പറഞ്ഞാൽ എത്രയാണ്? y എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 is equal to my2 എന്ന് പറഞ്ഞാൽ 1 into y2 എന്ന് പറയുന്നത് എത്രയാണ്? b പ്ലസ് ny1. n എന്ന് പറഞ്ഞാൽ 8 into y1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഡിവൈഡഡ് ബൈ 8 1 9. അപ്പോൾ 3 is equal to b plus 16 divided by 9. That is b plus 16 is equal to 27 വരും. Therefore, b is equal to 27 നമുക്ക് 16 പഠിക്കണം. b is equal to 27 minus 16. Therefore, നമുക്ക് കിട്ടുന്നത് 13. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് 17ഉം ബിയുടെ വാല്യൂ 11 കിട്ടും. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ 3 പോയിന്റ് ഒരു ലൈനിൽ കിടക്കുന്നു. സിൻസ് ദ പോയിന്റ്സ് ആർ കൊളീനിയർ. കൊളീനിയർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരേ ലൈനിൽ കിടക്കുന്നു. അപ്പൊ എ എന്ന പോയിന്റ് മാർക്ക് ചെയ്തു, ബി എന്ന പോയിന്റ് മാർക്ക് ചെയ്തു, സി എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ ബി ഡിവൈഡ്സ് AC such that BC is equal to HAB. അപ്പോൾ BC is equal to HAB ആകുമ്പോൾ 1/8 is equal to AB by BC. AB is to BC എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1:8. അപ്പോൾ M:8 എന്ന് പറയുന്നത് 1:8. Then we can apply the session formula. Session formula പറയുന്നത് എന്താണ്? x is equal to mx2 plus nx1 by m plus n. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോയിന്റ് x1 y1 ഈ പോയിന്റ് xy ഈ പോയിന്റ് x2 y2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ x is equal to 1 is equal to m എന്ന് പറഞ്ഞാൽ എത്രയാ? 1 into a plus 8 into -1. x1 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a minus 8 by 9 is equal to 1 വരും. അപ്പോൾ a minus 8 to 9 വരും. a is equal to 17 കിട്ടും. അപ്പോൾ ഫസ്റ്റ് വാല്യൂ നമുക്ക് 17 കിട്ടി. ഇനി y കിട്ടണമെങ്കിൽ y is equal to my2 plus ny1 by m plus n. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. 3 is equal to 1 into b plus 8 into 2. 8 into 2 divided by 9. Therefore, b plus 16 by 9 is equal to 3. So, b plus 16 is equal to 27 വരും. b കാണുമ്പോൾ 27 16 കുറച്ച് കഴിയുമ്പോൾ 11 വരും. അപ്പോൾ എയുടെ വാല്യൂ 17ഉം ബിയുടെ വാല്യൂ 11ഉമായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. എഴുതിയിട്ടുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. the page.
in the intercept of a line, with the coordinate axis. Coordinate axis are equal if the line passes through 2, 3, then its equation is option A and 2x plus 3y is equal to 5. Option B, x plus y is equal to 5. Option C, 5x plus 5y is equal to 1. X plus y is equal to 6. 3x minus 2y is equal to 5. The next question is, the intercepts of a line with the coordinate axis are equal. If the line passes through 2, 3, then its equation കണ്ടുപിടിക്കണം. ഇപ്പോൾ x by a plus y by b is equal to 1. Intercept വരുന്നുള്ള equation ആണ് x by a plus y by b equal to 1. ഇവിടെ നമ്മൾ പറയുന്നതാണ് ഈ കോർഡിനേറ്റ് ആക്സിസ് ഇന്റർസെപ്റ്റ് രണ്ട് കോർഡിനേറ്റ് ആക്സിസ് a b തുല്യമാണെന്ന് പറയുന്നത്. a equal to b. അപ്പോൾ എന്തായിരിക്കും x by a plus y by a is equal to 1. Therefore x plus y is equal to നമുക്ക് എന്ത് വരും? x plus y is equal to a. ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് എടുത്താൽ ഈ ലൈൻ ഏതിലൂടെ പാസ് ചെയ്യുമ്പോൾ പോകുന്നു? 1 passes through 2, 3. അപ്പോൾ നമുക്ക് 2 plus 3 is equal to a എന്ന് വരും. അപ്പോൾ 5 is equal to a. Therefore required line എന്തായിരിക്കും? Therefore required line x plus y is equal to 5. ഇതാണ് ഓപ്ഷൻ ബി is the correct answer. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്താണ്? രണ്ട് കോർഡിനേറ്റ് ആക്സിസും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ എയും ബിയും തുല്യമാണ്. അപ്പൊ എക്ക് ബിക്ക് വരെ നമ്മൾ എ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. ആ ലൈൻ ഏതിലൂടെ പാസ് ചെയ്തു? 2, 3 പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് 2 plus 3 is equal to a is equal to 5 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എക്സ് പ്ലസ് വൈ is equal to 5. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Next question. If the line y is equal to mx plus c is perpendicular to y is equal to 1 plus x and passes through the point 1, 2, then the value of c is equal to option A 1, B minus 1, C minus 3, D 3, E 0. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. If the line y is equal to mx plus c is perpendicular to y is equal to 1 plus x, y is equal to 1 plus x ന് perpendicular ആണ്. ഏത് ലൈൻ? y is equal to mx plus c എന്നാണ്. And passes through the point 1, 2. 1, 2 പാസ് ചെയ്തിട്ട് വാല്യൂ ഓഫ് c യുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ c യുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് y is equal to mx plus c എന്ന് പറയുന്നത് y equal to 1 plus x ന് perpendicular ആണെങ്കിൽ y is equal to x plus 1 ഇതിന്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് is equal to 1 ആണ്. y is equal to mx plus c ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോപ്പ് 1 ആണ്. അപ്പൊ നമുക്ക് ഈ ലൈൻ ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ റിക്വയർഡ് ഈ ലൈനിന്റെ സ്ലോപ്പ് ഓഫ് y is equal to mx plus c. ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? m is equal to -1. കാരണം product of slopes is equal to -1. Therefore m is equal to -1. Therefore നമുക്ക് എന്ത് എഴുതാം? y is equal to -x plus c എഴുതാം. x m-ന്റെ സ്ഥാനത്ത് -x. ഇതിനെ നമ്മൾ 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 1 ഏതോടെ പാസ് ചെയ്ത് പോകുന്നത്? 1 passes through 1, 2.
അപ്പൊ വൈക്ക് നമ്മൾ എന്ത് കൊടുത്തു? വൈക്ക് 2 കൊടുത്തു. എക്സിന് നമ്മൾ എന്ത് കൊടുത്തു? -1 പ്ലസ് സി. therefore സി യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? സി യുടെ വാല്യൂ നമുക്ക് 3. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. സി ഇസ് ഈക്വൽ ടു 3. ഇവിടെ വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. ഈ y is equal to എന്നുള്ളത് മറ്റൊരു ലൈന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് എന്താണോ ആ സ്ലോപ്പിന്റെ നമ്മൾ ഇവിടെ 1 ആണെങ്കിൽ -1 എടുക്കാം. 1/2 ആണെങ്കിൽ മൈനസ്, കാരണം പ്രൊഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് -1 ആണ്. therefore ഇവിടെ സ്ലോപ്പ് 1 ആണെങ്കിൽ ഈ y is mx plus c യുടെ സ്ലോപ്പ് എന്താണ്? -1 ആണ്. therefore y is mx plus c എന്നുള്ളിടത്ത് x m ന്റെ സ്ഥാനത്ത് നമ്മൾ -1 കൊടുത്തു. y is -plus. ഈ ലൈൻ ഏതിലൂടെ പാസ് ചെയ്ത് പോകുന്നു? 1, 2 പാസ് ചെയ്ത് പോകുന്നു. അപ്പൊ y ക്ക് നമ്മൾ 2 x നമ്മൾ 1 കൊടുത്തു കഴിയുമ്പോൾ 2 is -1 plus c വരും. അപ്പൊ c യുടെ വാല്യൂ നമുക്ക് 3 കിട്ടും. ഓപ്ഷൻ ഡി is the correct answer.